ഇന്നത്തെ ഈശോയുടെ സന്ദേശം അനുസരിച്ച് ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമായി പറഞ്ഞത്, ഇത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ലോകത്ത് നടക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ക്ഷണം പറഞ്ഞിരിക്കുന്നത് ഒരടയാളം കൊണ്ട് ആ പ്രവചനത്തിലേക്കാണ് ഇപ്പോൾ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് ജീവി, അതിനി അവസാന കാലത്ത് ആ ജീവി വരുന്നുണ്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കണം. കർത്താവിൽ പ്രിയരെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ നെബൂഖദ്നേസറും മരിച്ചുപോയ ആത്മാക്കളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, അതായത് ജീവിച്ചിരിക്കുന്നവരിലേക്ക് ആവസിപ്പിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് പുനർജന്മനം നടത്തുവാനൊക്കെ കഴിവുള്ള ആളാണ് ഈ നെബൂഖദ്നേസർ. ഈ നെബൂഖദ്നേസറിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് ഇയാളെ ഇതിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇതിൻ്റെ മുമ്പിൽ ബലിയർപ്പണമൊക്കെ നടത്തിയ രാജാക്കന്മാർ മരിച്ചു പോയാലും വീണ്ടും അവർ ജനിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫറവയൊക്കെ ഈ നാഗദൈവത്തിൻ്റെ പുറവെ ഇത്രമാത്രം ആരാധന നടത്തി ജീവിച്ചു പോകുന്നത്. അത് കാരണമാണ്. പക്ഷെ അതിനെ ഒറ്റ ദിവസം കൊണ്ട് മോശയുടെ വടി അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി കളയുക ചെയ്തത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ദൈവത്തെക്കുറിച്ച് പറയാം. ഇതൊക്കെ ഈജിപ്തിലെ ദേശ സ്പിരിറ്റുകളെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഓരോ ദേശങ്ങളിലും അന്നത്തെ കാലത്തുണ്ടായിരുന്ന സ്പിരിറ്റുകൾ ആ ജനങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന സ്പിരിറ്റുകളാണ്. അതൊരു ശക്തിയാണ്. പിന്നെയാണ് ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഈ ഓസിറീസ് ദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കാണിച്ചായിരുന്നു. അതാണ് ഈജിപ്തിലെ പ്രധാന ദേവനാണ് ഓസിറീസ് ദേവൻ എന്ന് പറയുന്നത്. ഈ ഓസിറീസ് ദേവന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹമാണ് ഫലങ്ങൾ നൽകുന്നത്, മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നത്. അങ്ങനെ ഒരു വലിയൊരു ശക്തിയുള്ള ദേവനാണ് ഈ ഓസിറീസ് ദേവൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെയാണ് നൈൽ നദി എന്ന് പറയുന്നത്. ഇപ്പം കണ്ടോ, ഓസിറീസ് ദേവനെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹമാണ് കൃഷി, ഒരു ഇലയൊക്കെ കാണാൻ സാധിക്കും, നെഞ്ചിൽ ഒരു ഇലയ ഒക്കെ കാണാൻ സാധിക്കും. താഴെ കണ്ടോ ഒരു നീല കളറിൽ, അത് നദിയാണ്, വെള്ളമാണ് താഴെ കാണുന്നത്. സ്വിമ്മിംഗ് പൂള് പോലെ കാണുന്നുണ്ടോ, വെള്ളമാണ് അത് കാണുന്നത്. അപ്പോൾ ഇല കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്. കാരണം ഓസിറീസ് ആണ് ഈ നദിയുടെയൊക്കെ ദേവനും കൂടിയാണ് ഓസിറീസ് ദേവൻ. അപ്പോൾ ഇത് പ്രധാന ദേവനാണ്. നിങ്ങളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓസിറീസിന്റെ പേര് റേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസിറീസിന്റെ പേര് വരും. അപ്പോൾ ഇത് കേട്ടോണം. അപ്പൊ റേദേവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഓസിറീസിന്റെ പേരാണ് വരുന്നത്. അപ്പം ഈ ഓസിറീസ് ജീവനും ഫലസമൃദ്ധിയൊക്കെ നൽകുന്ന ഒരു ദേവനും കൂടിയാണ് ഈ ഓസിറീസ് ദേവൻ എന്ന് പറയുന്നത്. ഇതൊരു അപ്പൊ നൈൽ നദി ആരുടെയാണ്? ഈ ഓസിറീസ് ദേവന്റെയാണ് നൈൽ നദി. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? നൈൽ നദി ആരുടേതാണ്? ഓസിറീസ് ദേവന്റെ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കഥ മനസ്സിലാവും. നൈൽ നദിയിലേക്ക് രക്തമായി കഴിഞ്ഞപ്പോൾ ആ നൈൽ നദി എന്ന ഓസിറീസ് ദേവനാണ് ജീവൻ നിലനിർത്തുന്നത്, കൃഷികൾ നൽകുന്നത് എല്ലാം ഈ ഓസിറീസ് ദേവനാണ്. അപ്പം നൈൽ നദി ബ്ലഡായി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം പകർച്ചവ്യാധി ഉണ്ടായി, പലർക്കും മരണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഓസിറീസ് ദേവൻ ജീവൻ നൽകുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഈ ഓസിറീസ് ദേവൻ ഇപ്പോൾ എന്ത് ജനങ്ങൾക്ക് നൽകുന്നവനായി മാറി? മരണവും പകർച്ചവ്യാധിയും പ്ലേഗും എല്ലാം നൽകുന്ന ഒരു വ്യക്തിയായി മാറി. ഓസിറീസ് ദേവന്റെ ഏറ്റവും വലിയൊരു, അതായത് ഫറവോ ഏറ്റവും കൂടുതൽ തലകുനിച്ച സംഭവമായിപ്പോയി. ജനങ്ങളെ അതുവരെ പറ്റിച്ചുകൊണ്ടിരുന്നതാണ് ഓസിറീസ് ദേവനാണ് ഇത് നിങ്ങൾക്ക് ഈ വെള്ളം തരുന്നത്, ഓസിറീസ് ദേവനാണ് നിങ്ങൾക്ക് പച്ച സമൃദ്ധിയായ ഫലങ്ങൾ നൽകുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തരുന്നത്, ഇങ്ങനെ ജീവൻ തരുന്നത് ഓസിറീസ് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവം അതിൻ്റെ മണ്ടയിൽ അടിച്ചു. പെട്ടെന്ന് അതെന്തായി മാറി? അത് മൊത്തം അപകടകരമായി മാറി, മരണം തരാൻ തുടങ്ങി, പല പ്രശ്നങ്ങൾ ജനത്തിന് നൽകാൻ തുടങ്ങി. അപ്പോൾ അത് നെഗറ്റീവ് തിങ്കിങ്ങിനിടയായി. അതാ ദൈവം അടിക്കുമെന്ന് പറഞ്ഞു, അവരുടെ ദേവന്മാരെ ഞാൻ തല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തല്ലലാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ചിലവര് ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ പറഞ്ഞ പേര് പറയുന്നില്ല. അപ്പം അവിടെ ഈ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ജനങ്ങൾ യേശുവിനെ ഓർക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച വരുമ്പോഴാണ്. അതുവരെ ജനങ്ങൾ ഈ മറ്റ് പല ആൾക്കാരുടെ പുറകെയാണല്ലോ കൂടുതലും പോകുന്നത്. ഈ ദുഃഖവെള്ളി, ഈ കുരിശിൽ ഒരുത്തൻ്റെ പരാജയം കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ക്രിസ്ത്യാനികൾക്ക്. അതായത്
പരാജയപ്പെട്ട് കിടന്നാൽ ഓ കഷ്ടം, അവിടെ മരണം നടന്നു, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല, പട്ടിണിയാണോ, എന്നാൽ നീ സഹായിക്കത്തൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പറയാൻ ഒരു ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ യേശു ക്രൂശിൽ മരിച്ച ആ ദിവസം വരുമ്പോൾ അയ്യോ കർത്താവ് പാവം ക്രൂശിൽ മരിച്ചു, ഇത് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ ഉയർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ കിടന്ന് ഉയർക്കട്ടെ. ഈ ക്രൂശിൽ മരിച്ച സംഭവം വന്നാൽ അയ്യോ യേശു മരിച്ചു, അയ്യോ തെരുവിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി പെട്ടെന്ന് മരിച്ചു കിടക്കുന്ന ബോഡി പോലെ ഉണ്ടാക്കി വേണമെങ്കിലും കൊണ്ട് കാണിക്കും. കണ്ടോ, ദയനീയമായ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ച് ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഈ ഉയർപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് ഉയർക്കട്ടെ, പിന്നെ വേറെ തൊഴിലില്ല. പറഞ്ഞു മനസ്സിലായി? അത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേർത്ത് ഒരാളുടെ താന്നു കിടക്കുന്ന ആ സംഭവങ്ങളെ. പക്ഷെ യേശു ഇവിടെ ക്രൂശിൽ വിജയമാണ് എടുത്തത്. യേശുവിൻ്റെ വിജയത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പുതിയ തലമുറ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, ക്രൂശിൽ അയ്യോ വയ്യോ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. കാരണം അതേ കണ്ടിട്ടുള്ളൂ ദുഃഖവെള്ളിയാഴ്ചയെ. അതാണ് എൻ്റെ കാര്യം, അതാണ്. അപ്പോൾ യേശുവിൻ്റെ ജയമാണ്, മനുഷ്യരാശിയുടെ മുഴുവൻ ജയമാണ് ആ ക്രൂശിൽ നടന്നതെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലായാൽ കൊള്ളാം. അപ്പം ഇത് കേട്ടോണം, ഈ ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ക്രൂശിൽ ഒന്ന് തൊടാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്തോരു തിക്കും തിരക്കും, എന്തൊരു ബഹളമാണ്. ആ ക്രൂശിലെ ആ രൂപത്തിൽ തൊട്ടാൽ ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു രീതിയല്ലേ നമുക്ക് കൂടുതലുള്ളത്. അതേപോലെ തന്നെ മഹാ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അനേകം നേർച്ച കാഴ്ചയുടെ വിഗ്രഹങ്ങളിലേക്ക് ജനങ്ങൾ ഇന്ന് ഓടുന്നുണ്ട്. കൊറോണ മാറി കഴിഞ്ഞിട്ട് ജനങ്ങൾ ഓടിപ്പോയി. ജനങ്ങളുടെ ചിന്ത ഭയങ്കര ഇടിയാണ്, അതിലൊന്ന് തൊടാൻ, അതിനെ ഒന്ന് സ്പർശിക്കാൻ ഭയങ്കര ഇടിച്ച് എന്ന് ജനങ്ങൾ തൊടും. അതിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്, എനിക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന്റെ കോപം വിഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വന്നു. കൊറോണ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വിഗ്രഹത്തിൽ തൊട്ടവർക്കെല്ലാം ഈ ജീവൻ നൽകിക്കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ പിന്നീട് കൊറോണ നൽകാൻ തുടങ്ങി. ജീവനും ഓയിറ്റിയും കീറ്റിയും കൂറ്റിറ്റിയും ഒക്കെ പാസ്സാക്കിക്കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ പിന്നീട് കൊറോണ ഓരോരുത്തരും നൽകാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഗവൺമെന്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾ ഇതിനെ ഒരു ചുമന്ന തുണിയോ ചാരത്തുണിയോ ഒക്കെ വെച്ച് പൊതിഞ്ഞ് കൊണ്ട് മാറ്റിവെക്ക്. കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇതുങ്ങളെയൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു, നമ്മൾ ചാരത്തുണി വെച്ച് ഒരെണ്ണത്തെ പൊതിഞ്ഞ് അവിടെ മാറ്റി വെച്ചു. അങ്ങനെ പലതരത്തിലുള്ള തുണികളൊക്കെ വെച്ച് നമ്മൾ മാറ്റി. കൊറോണ വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം നമ്മൾ വീണ്ടും ഇതുങ്ങളെയൊക്കെ തുടച്ച് പെയിന്റൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും വെച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ ഇതെന്തോ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊറോണ മാറി ഇനി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇത് സെയിം തന്നെ. അപ്പൊ ദൈവത്തിന് ഇവന്മാരുടെ ഈ ഉടായ്പ അറിയാവുന്നതിന്റെ പേരിൽ ദൈവം എന്തുകൊട്ടെ നൈൽ നദിക്ക് വെച്ചൊരു അടിക്കാൻ കൊടുത്തു. അടി കൊടുത്തപ്പോൾ ജീവൻ നൽകിക്കൊണ്ടിരുന്ന ഈ നദി എന്തായി മാറി? ജീവൻ നൽകിക്കൊണ്ടിരുന്ന നദി അവസാനം മരണം നൽകാൻ തുടങ്ങി. ജീവൻ നൽകിക്കൊണ്ടിരുന്ന കൊറോണ ജീവൻ നൽകിക്കൊണ്ടിരുന്ന നല്ല വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല, നമുക്കറിയാമല്ലോ, അതെല്ലാം കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മരണം തരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അന്ന് 10 ദൈവങ്ങൾ ഉണ്ടായിരുന്നു. 10 ദൈവങ്ങളെയും വാരി വലിച്ച് അടിച്ചു. ഒന്നുമല്ല എന്ന് ജീവിക്കുന്ന ദൈവം തെളിയിച്ചു കൊടുത്തു. അതൊന്നുമല്ല എന്ന് തെളിയിച്ചു കൊടുത്തു ഇസ്രായേൽക്കാർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ കേരളക്കാർക്ക് കൊറോണ വഴി തെളിയിച്ചു തന്നാലും നമ്മളാരാ മക്കള്? നമുക്ക് ഈ സ്പിരിറ്റിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ വലിയ പാടാണ്. ഇനി ദൈവം എന്ത് തന്ന് തെളിയിക്കും? ഈ മൺവിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളതിന് ദൈവം ഇനി എന്താണ് ചെയ്യാനുള്ളത്? ദൈവം തെളിയിച്ചു കാണിച്ചതാണ്. ഇവറ്റകൾക്കൊന്നും ശക്തിയില്ല. ഇതിലെല്ലാം ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാനത് പറയാമോ? ഇത് പറഞ്ഞാൽ പാവമാകുമോ എന്ന് അറിയത്തില്ല. ജീവൻ നൽകുന്ന മറ്റൊരു കാര്യം പോലും കൊറോണ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ തരാൻ പേടിച്ചു നിന്ന സംഭവമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ജീവനാ വരുന്നത്. പക്ഷെ ഈ കൊറോണ അതിൻ്റെ അകത്തും ഉണ്ട്. അപ്പൊ കൊറോണ പിടിക്കും, പിന്നെ ആൾക്കാർ മരിക്കും.
ആ വ്യവസ്ഥയിലേക്ക് വിശ്വാസം താന്നുവന്ന്. ശരിയാണ്, നമ്മൾ നിയമങ്ങൾ പാലിക്കണം, പക്ഷേ ശരിയാണ് പാലിക്കണം, പക്ഷെ ആ നിയമങ്ങൾ പാലിച്ച് ഓപ്പൺ ആക്കിയിട്ട് പോലും ഈ വിശ്വാസം തുടർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നെങ്കിലും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന്. ഞങ്ങൾ മനസ്സിലാക്കിയത് കാരണം ഞങ്ങൾ അതിൻ്റെതായ രീതിയിലാണ് ഞങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ആ രീതി അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അഹറോനെ സംബന്ധിച്ച് അഹറോൻ ചെന്നിട്ട് പൊടിയിൽ നോക്കി ഒരൊറ്റ അടി, എന്ന് വെച്ചാൽ ഭൂമിയിൽ നോക്കി ഒരൊറ്റ അടി അടിച്ചു വടിയുണ്ട്. അപ്പോഴത്തേക്ക് ഈ പൊടി പടലങ്ങളിൽ നിന്ന് ഒരു ജീവി ഉണ്ടായി, പ്രത്യേകത ഒരു ജീവി ഉണ്ടായി. ആ ജീവി അങ്ങോട്ട് അതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എബ്രായ ബൈബിളിന്റെ വ്യാഖ്യാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊതുകെന്ന് എഴുതിയിട്ടുണ്ട്, മലയാളം ബൈബിൾ എടുത്ത് നോക്കിയാൽ പേനെന്ന് എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് ജീവി. അതിനി അവസാന കാലത്ത് ആ ജീവി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അങ്ങ് കുത്തി രോഗം ഉണ്ടാക്കുക, നല്ല നൊമ്പരമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഒരു ജീവി ഉണ്ടായി, അത് മനുഷ്യനെ കുത്താൻ തുടങ്ങി. ഇങ്ങനെ പല ബാധകൾ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഈ പൊടിയിലടിച്ചത്? എന്തുകൊണ്ടാണ് ഈ പിന്നെ തറയിലടിച്ചത്? കാരണം ഭൂമിദേവന്റെ പേര് ഗേബ് എന്നാണ്, ഗേബ് ഗോഡ് എന്നാണ് അതിനെ പറയുന്നത്. ഗേബ് ഗോഡിന്റെ മണ്ടയ്ക്ക് നോക്കിന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഗേബ് ഗോഡിന് ഭയങ്കര നാണക്കേടായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഈ ക്ഷുദ്രജീവികളിൽ നിന്ന് ജയം നൽകുന്നതാണ് ഗേബ് ഗോഡ്. ഗേബ് ഗോഡിന്റെ മണ്ടയിലും കൊണ്ട് അടിച്ചതും ഗേബിൽ നിന്നുകൊണ്ട് ക്ഷുദ്രജീവി കടന്നു വന്നിട്ട് മനുഷ്യനെ കുത്താൻ തുടങ്ങി. അപ്പൊ പുള്ളി അതുവരെ ഇങ്ങനെ രാജാവായി പടയപ്പ പോലെ നിന്നതാണ്, അത് അവിടെ തീർന്നു. അതാണ് ഗേബ് ഗോഡിന്റെ പ്രത്യേകത. അതാണ്, അതിനെ നാണം കെടുത്തിയതാ ദൈവം. ഈ അഹ്റോനെ കൊണ്ട് ഒരടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗേബിന്റെ ഇടപാട് തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക, അങ്ങനെ 10 ദൈവങ്ങളുടെ തലയെടുപ്പിനെ ഇല്ലാതാക്കി, അവയൊന്നും ജനത്തിന് ചെയ്യത്തില്ല, അതെല്ലാം യഥാർത്ഥ സ്വഭാവം ഇന്നതാണ് ദൈവം വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തു. വിശ്വാസികൾക്കും ഈജിപ്റ്റ് രാജാവിനും കാണിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ, കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ജനങ്ങളിൽ പലർക്കും ഒരു ചെറിയ വിശ്വാസമൊക്കെ വന്ന് മോശയിലൂടെ പുറത്തിറങ്ങി. ചെങ്കടൽ സ്നാനം എന്ന് പറയുന്നത് അതാണ്. ഈ മാലിന്യ ആരാധനകളും ഈ മാലിന്യ വിശ്വാസങ്ങളിലും പെട്ടിരുന്ന ജനം ചെങ്കടലിന്റെ ഇടയിൽ കൂടെ കടന്നു വരുമ്പോൾ അവർ പുതിയ ജനസമൂഹമായ, അതുകൊണ്ടാണ് പത്രോസ് അതിനെ ചെങ്കടൽ സ്നാനം എന്ന് വിളിച്ചത്. അതാണ് ഈ പഴയ അശുദ്ധിയെല്ലാം ഈ ചെങ്കടലിലൂടെ വെള്ളത്തിന്റെ നടുക്കൂടെ, ആ വെള്ളത്തിന്റെ കാറ്റിലൂടെ വീഴുന്ന ആ സ്പ്രേ, ആ തളിപ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇവർ പാട്ടും പാടി ആരാധിച്ച് തമ്പുരുവും ചെണ്ടയും ഒക്കെ എടുത്ത് കൊട്ടി കൈത്താളത്തോടു കൂടിയൊക്കെ ദൈവത്തെ ആരാധിച്ച് ഇവര് മറുകര വരുമ്പോൾ ആരാധനയിൽ രൂപപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ചെങ്കടലിന്റെ മറുകരയിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ വന്ന് നിൽക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് എന്ത് കടന്നുപോയി? പഴയ ദൈവങ്ങളും പഴയ ശക്തിയും അവരുടെ ജീവിതത്തിൽ കടന്നുപോയി എന്ന് ദൈവം കണ്ടു. 2000 ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ അന്നത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൈവങ്ങളും ആ ദൈവങ്ങൾ പിന്നീട് വന്നതും ആദ്യം ഉണ്ടായിരുന്നതും ആയ എല്ലാ ദൈവങ്ങളുടെയും പടങ്ങൾ ഇങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതെല്ലാം ഓരോരോ സ്ഥലത്തിലുള്ള ഓരോരോ ശക്തികളായിരുന്നു. ഇവയെല്ലാം അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ അടിമകളായിരുന്ന സമയത്ത് ഇവരെയൊക്കെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 2013 ടെൽ മോസയില്, അതായത് ഇസ്രായേലിന്റെ ഈജിപ്തിന്റെ അടുത്ത് ഇസ്രായേലിൽ ജെറുസലേമിന്റെ അടുത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ജെറുസലേം പള്ളിയുടെ തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്ററിന് ഇപ്പുറത്തോട്ട് വന്ന റാമയൊക്കെ നമുക്ക് കിട്ടും. റാമയുടെ തൊട്ട് കുറച്ച് അടുത്തായിട്ട് ഒരു 5 കിലോമീറ്റർ കണ്ട കഷ്ടിച്ചേ ഉള്ളൂ. അവിടെ നമ്മുടെ ഈ ഗവേഷകർ മണ്ണൊക്കെ കുഴിച്ച് മാറ്റി അവര് ടെൽമോസയില് അവരൊരു ക്ഷേത്രം കണ്ടെത്തി. ഭയങ്കര ഒരു ക്ഷേത്രം. ഇപ്പൊ ഈ 2013
അത് പുറം ലോകത്തിലേക്ക് പുറത്തുവിട്ടത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ടെൽമോസയിൽ കണ്ടെത്തിയ ക്ഷേത്രമാണ്. മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ഷേത്രം കണ്ടെത്തി. അതിൻ്റെ അകത്ത് അവർ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യ വിഗ്രഹങ്ങൾ കണ്ടെത്തി. മനുഷ്യന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു, മൃഗത്തിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ പക്ഷികളുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് അസ്ഥികൂടങ്ങൾ അവർക്ക് കിട്ടി. മാനിൻ്റെത്, ആടിൻ്റെത്, പശുവിൻ്റെത് തുടങ്ങിയ അസ്ഥികൂടങ്ങളാണ് അവർക്ക് കിട്ടിയത്. മാനിൻ്റെ ഉണ്ടായിരുന്നു, ആടിൻ്റെ ഉണ്ടായിരുന്നു, പശുവിൻ്റെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ അസ്ഥികൂടങ്ങളും അവർക്ക് കിട്ടുകയുണ്ടായി. അപ്പൊ ശ്രദ്ധിക്കണമേ, മാനിന്റെ അസ്ഥികൂടങ്ങളും ആടിന്റെയും പശുവിൻ്റെയും ഒക്കെ അസ്ഥികൂടങ്ങൾ അവരെടുത്തപ്പോൾ BC 8000 അത് ബാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ BC 8000 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് BC 800 എന്ന് പറയുമ്പോൾ, 8000 അല്ല, BC 800 എന്ന് പറയുമ്പോൾ എത്രയോ പഴക്കമാണെന്ന് നോക്കിക്കോണം. അന്നേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം മണ്ണിട്ട് മൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ മൃഗ ദൈവ ശക്തികളെ യഹൂദന്മാർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ ജെറുസലേം പള്ളിയുടെ 5 കിലോമീറ്ററിന് ഇപ്പുറത്ത് അതുപോലെ വലിയൊരു പള്ളി, അതിന്റെ പടങ്ങൾ വേറെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ടെൽമോസയുടെ ഇപ്പോൾ കണ്ടെത്തിയതാണ്. ഇതിപ്പോ നിങ്ങൾ നോക്കിയേ, സ്ക്രീനിൽ നോക്കിയേ, ഗൂഗിളിൽ പറയുന്നുണ്ടോ എത്ര ഉണ്ടോ മനുഷ്യന്റെയൊക്കെ മുഖങ്ങൾ. ഇതൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. മനുഷ്യന്റെ മുഖങ്ങൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ടെൽമോസയിലാണ് ഇത് കിട്ടിയത്. ഇസ്രായേലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോയി കാണുന്നത് നമുക്ക് നല്ലതാണ്. ടെൽമോസയിൽ, കാരണം ക്രിസ്തുവിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ മൃഗത്തിൻ്റെയൊക്കെ മുഖങ്ങളുള്ള വിഗ്രഹങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 600, അതായത് ജോസിയായുടെയൊക്കെ കാലഘട്ടത്തിന് മുമ്പേ പണിതതാണിത്. ഇപ്പോൾ അവർ മണ്ണ് കുഴിച്ച് അവരെടുത്തതാണ്. ഇപ്പൊ അതാണ് ഈ രംഗം കാണുന്നത്. ഈ ക്ഷേത്രം ജെറുസലേം പള്ളിയുടെ 5 കിലോമീറ്ററിനടുത്താണ് ഈ ക്ഷേത്രം നിലനിന്നിരുന്നത്. ടെൽമോസയില് ജെറുസലേം പള്ളിയുടെ 5 കിലോമീറ്ററിനകത്ത് നിന്നിരുന്ന ക്ഷേത്രമാണിത്. ഇവിടെ യഹൂദന്മാർ എന്ത് ആരാധിക്കുന്നു? അവരുടെ പൂർവ്വപിതാക്കന്മാർ ഇസ്രായേൽ ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന സമയത്ത് അനേകം ദൈവ ആരാധനയും ഭൂതാരാധനയും നടത്തിക്കൊണ്ടിരുന്ന അവരെ ചെങ്കടൽ സ്നാനത്തിലൂടെ കാനാൻ ദേശത്തിലേക്ക് വഴി നടത്തുകയും വിശുദ്ധ ഗണമായി ആടിന്റെ രക്തത്താലും കൽപ്പനകളാലും തളിക്കപ്പെടുകയും കൽപ്പനകളുടെ വായനയാൽ ഹൃദയത്തെ ശുദ്ധമാക്കുകയും ചെയ്ത പുതിയ തലമുറ. ആ തലമുറയിൽ നിന്ന് പഴയ സ്പിരിറ്റുകളെല്ലാം പോയി എന്ന് കരുതിയെങ്കിൽ തെറ്റി. അത് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, പുതിയ പേരിൽ വീണ്ടും എബ്രായക്കാരുടെ അകത്തേക്ക് പ്രവേശിച്ചു. അവർ ക്ഷേത്രങ്ങൾ അവരുമുണ്ടാക്കി. പലയിടത്തായി അവർ ആരാധനകൾ നടത്തി. ആഹാബിന്റെ കാലത്ത് അവർ ഏതെല്ലാം ഒഴിച്ചു മാറ്റിവെച്ചോ, ഏതെല്ലാം നിന്ന് രക്ത ഉടമ്പടി ചെയ്യുക, ഏതെല്ലാം ആരാധന ചെയ്യുകയില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് രക്ത ഉടമ്പടി ചെയ്തോ, അതെല്ലാം മറന്നുകൊണ്ട് അവർ വീണ്ടും ബാലിനെ ആരാധിച്ചു. ശ്രദ്ധിക്കണം. അത് കൂടാതെ തന്നെ അവർ എല്ലാവിധ തിന്മകൾക്കും മുഴുകി. ബാൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നു, തമ്മൂസ് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ്. യഹൂദന്മാരുടെ ഇടയിൽ സൂര്യ നമസ്കാരം ഉണ്ടായിരുന്നു, മുളാക്ക് ദേവ ബലി ഉണ്ടായിരുന്നു, മുളാക്ക് ദേവന് വേണ്ടിയിട്ടുള്ള ബലി ഉണ്ടായിരുന്നു, സിയൂസ് ജൂപ്പിറ്റർ ദേവന്മാരുണ്ടായിരുന്നു. അങ്ങനെ പേരെടുത്ത് പറയാവുന്ന അനേകം ദേവന്മാർ അവരുടെ ഇടയിൽ കടന്നുകൂടി. ഇത് ഇവരുടെ DNA പ്രശ്നമാണ്. ഒരിക്കൽ ഒരു കുടുംബത്തിൽ കയറിയ സ്പിരിറ്റ്, ആ സ്പിരിറ്റിൽ നിന്ന് ദൈവം എത്ര മോചിപ്പിച്ചു കൊണ്ടുവന്ന് തൻ്റെ ബലിയുടെ രക്തവും കൽപ്പനയുടെ വായനയിലൂടെ ലഭിക്കുന്ന ആത്മശക്തിയും ലഭിച്ചാലും തങ്ങൾ വളർന്നു വന്ന, തങ്ങൾ ആചരിച്ചു വന്ന, തങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ പണ്ട് ചെയ്തു വന്നോ അത് തന്നെ അവരുടെ കൈകൾ ചെയ്യും, അവരുടെ ഹൃദയങ്ങൾ ചെയ്യും. അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. കാരണം അവരുടെ അകത്ത്, അവരുടെ കുടുംബത്തിന്റെ അകത്ത് ഇപ്പോഴും ഈ പഴയ സ്പിരിറ്റ് കിടപ്പുണ്ട്. ഇപ്പോഴും
പഴയ സ്പിരിറ്റ് അവരെ കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ വളർന്നാലും ഇവരെ നാളെ ബൈബിൾ മുഴുവൻ പഠിച്ചാലും ആ സ്പിരിറ്റിനെ ഇവർ പോക്കറ്റിൽ നിന്ന് എടുത്തു കളയത്തില്ല. ഇവർ മൊളാക്കിന് സമയമാകുമ്പോൾ ഇവർ മൊളാക്കിന്റെ മുമ്പിൽ ബലി കൊടുക്കും. സമയമാകുമ്പോൾ സിയൂസ് ദേവൻ സൂര്യദേവനായി അവർ കുമ്പിടും. സമയമാകുമ്പോൾ യോഗയും സൂര്യ നമസ്കാരവും അവർക്ക് ചെയ്യേണ്ടി വരും. തമ്മൂസിനെ ഡിസംബർ 25 തമ്മൂസിനെ അവർ ആരാധിക്കും. ബാൽദൈവ ആരാധനകൾ കൃഷിയുടെ ഉത്സവമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാൽദൈവ ആരാധനകൾ ഇവർ കളർ മാറ്റി ഇവർ നടത്തും. കാരണം ഇവരുടെ അകത്ത് ഇപ്പോഴും ജാതി എന്ന് പറയുന്ന ആ സ്പിരിറ്റ് ഉണ്ട്. ഇവർക്കൊരിക്കലും ക്രിസ്ത്യാനിയാകാൻ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പേഗൻ മതം എന്നൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. പേഗൻ മതം, എന്താണ് പേഗൻ മതം? ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിലെ, അതായത് കോൺസ്റ്റാന്റിപ്പോളിന്റെ മകൻ കോൺസ്റ്റാന്റിപ്പോൾ സെക്കൻഡ്, അദ്ദേഹം തൻ്റെ രാജ്യത്തിലുള്ളവരെല്ലാവരും ക്രിസ്ത്യാനി ആവാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനി ആവാൻ വേണ്ടി ഉള്ള മതപരിവർത്തനങ്ങൾ നടത്തി. റോമ നഗരം പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിലുള്ള സകല റോമക്കാരെയും പേഗൻ മറ്റ് മതത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന, അതായത് അനേകം ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന കാനാൻ ദൈവങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ എല്ലാവരെയും കോൺസ്റ്റാന്റിപ്പോളിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനിയാക്കി മാറ്റി. ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി. അതായത് ആദ്യത്തെ അപ്പൻ കോൺസ്റ്റാന്റിപ്പോളാണ്, അദ്ദേഹം മരണം വരെയും അങ്ങനെ ക്രിസ്ത്യാനിയായി മാറിയത് ചരിത്രമൊന്നുമില്ല. അതായത് കത്തോലിക്ക സഭയിലെ വിശുദ്ധനായ കോൺസ്റ്റാന്റിപ്പോൾ ഉണ്ടല്ലോ, ഹെലേന രാജ്ഞിയുടെ മകൻ കോൺസ്റ്റാന്റിപ്പോൾ, അദ്ദേഹം മരിക്കുന്നത് വരെയും അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടൊന്നും ഇല്ലായിരുന്നു. രോഗിയായി സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ചില ചരിത്രത്തിൽ പറയുന്നു, ആരൊക്കെയോ ചെന്നിട്ട് സ്നാനപ്പെടണോ എന്ന് ചോദിച്ചുകൊണ്ട് മരിക്കാറായി ബോധമില്ലാതെ കിടക്കുന്ന ആളുടെ മണ്ടയിൽ കുറച്ച് സ്നാനവെള്ളം എടുത്ത് കുടയുകയും നീ ഇപ്പോൾ മുതൽ ക്രിസ്ത്യാനിയാകി എന്ന് പറയുകയും 3-ന്റെ അന്ന് ആൾ മരിച്ചു പോവുകയും ചെയ്ത ചരിത്രമാണ് കൂടുതലും പറയപ്പെടുന്നത്. അത് പിന്നെ അദ്ദേഹവും വിശുദ്ധനാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറവ് വരാൻ പാടില്ലല്ലോ, പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ മകൻ കോൺസ്റ്റാന്റിപ്പോൾ, അദ്ദേഹം എന്ത് ചെയ്തു, 480 ഏകദേശം അദ്ദേഹം എല്ലാവരെയും കൺവെർട്ട് ചെയ്യാൻ തുടങ്ങി. സകല വ്യക്തികളും കൺവെർട്ടായി. ഈ കൺവെർട്ട് ആകാൻ മടിച്ചു നിന്ന ഈ ആൾക്കാരുണ്ട്. അവര് അല്പം പിന്നെ ഗോത്രങ്ങൾ അങ്ങ് പ്രാചീന ഗോത്രങ്ങളിൽപ്പെട്ട കുറെ മനുഷ്യരാ. അതുകൊണ്ട് റോമക്കാർ വിചാരിച്ച അവര് കൺവെർട്ട് ആയില്ലേലും പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഈ കണക്കെടുത്ത് വരും. അതായത് നമ്മുടെ ഈ ജനസംഖ്യയുടെ ഈ ലിസ്റ്റ് വരുന്ന സമയം അപ്പോഴെല്ലാം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞെഴുതുമ്പോൾ ഈ ഗോത്രങ്ങളുണ്ടല്ലോ, ഈ പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്ന ഗോത്രങ്ങൾ വരുമ്പോൾ അവരെ വിളിക്കാനായിട്ട് ഒരു പേര് വേണമായിരുന്നു. അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടി ലത്തിൻ ഭാഷയിൽ പാഗൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു. അതായത് ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന അനേകം ദേവന്മാരുള്ള ഈ ജനക്കൂട്ടത്തെ ലാറ്റിൻ ഭാഷയിൽ പാഗൻ എന്ന് വിളിച്ചു. അങ്ങനെ 4-ാം നൂറ്റാണ്ട് മുതലാണ് പേഗനിസം, പേഗൻ ആൾക്കാർ എന്നുള്ള വാക്ക് വന്നത്. 4-ാം നൂറ്റാണ്ട് മുതലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? അതിൻ്റെ അകത്ത് ദേവനുണ്ട്, ദേവിയുണ്ട്, പ്രകൃതി ആരാധനയുണ്ട്, കൃഷിദേവനുണ്ട്, മാസത്തിൽ ഒരിക്കൽ ഉത്സവമുണ്ട്, ഒരു മനുഷ്യന്റെ ജനനം, വളർച്ച, മരണം, ഇവയിലെല്ലാം ആത്മീയത കലർത്തിയിട്ടുള്ള ആചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ പുനർജന്മമുണ്ട്, മരിച്ചുപോയ ആത്മാക്കളുടെ ന്യായവിസ്താരവും വിടുതലിനെ കുറിച്ചുള്ള പ്രത്യേക ബലിയർപ്പണങ്ങളുണ്ട്. ഓരോ സീസണിലും ഓരോരുത്തരുടെ തിരുനാളിനും ഉത്സവങ്ങളുണ്ട്. ഇതെല്ലാം പാഗൻ മതത്തിൽ ഉണ്ടായിരുന്നു. അവരെയാണ് പാഗൻ എന്ന് വിളിച്ചുകൊണ്ട് ഇവർ പരിഹസിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഈജിപ്തിന്റെ ദേശത്തിൽ നിന്ന് ചെങ്കടൽ സ്നാനത്തോടുകൂടി കുഞ്ഞാടിന്റെ രക്തത്തിൽ മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളുടെ വെളിച്ചത്തിൽ
ശുദ്ധജനമെന്ന് വിളിക്കപ്പെടുകയും വ്യാജ പ്രവാചകനായിരുന്നതിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യാജനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബാലാം. അദ്ദേഹം പോലും ജാതികളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധ ജനമെന്ന് വിളിക്കത്തക്ക വിധം പരിച്ഛേദന സ്വീകരിച്ച് അവർ മുന്നോട്ട് കടന്നു വന്നത് നമുക്കറിയാം. എന്നാൽ അവർക്കൊരു രാജ്യമായി കഴിഞ്ഞപ്പോൾ അവർ ഏതൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ചോ, ഏതൊക്കെ ആചാരങ്ങൾ ഉപേക്ഷിച്ചോ, അതെല്ലാം പിന്നീട് അവർ തിരിച്ചെടുത്തു. വിചാരിച്ചത് ഇന്ത്യ മുന്നണി ഭരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. നാളെ കാലത്ത് ഭരിക്കുമായിരിക്കും. പക്ഷെ അത് ഒരുപാട് നാൾ നിൽക്കത്തില്ല. അങ്ങനെയുള്ള ഒരു മുന്നണി കൂട്ടുമന്ത്രിച്ച് വരും. കാരണം ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അന്നത്തെ ഈശോയുടെ സന്ദേശം അനുസരിച്ച്. അത് കൂട്ടുമന്ത്രി വന്നാലും അത് ഇളകി നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് അത്രയും സ്ട്രെങ്ത് കാണത്തില്ല എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമായി പറഞ്ഞത്, ഇത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ലോകത്ത് നടക്കും. വത്തിക്കാനിൽ മാർപ്പാപ്പ മരിക്കും. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഈ ട്രംപ് അധികാരത്തിൽ വന്നാൽ, രണ്ടാമത് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ തൂക്ക് പാർലമെന്റ് ഉണ്ടാവും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ക്ഷണം പറഞ്ഞിരിക്കുന്നത് ഒരു അടയാളം കൂടുണ്ട്, വത്തിക്കാനിൽ മാർപ്പാപ്പ മാറും. അവിടെ കറുത്ത പുക വെളുത്ത പുക വരും എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനത്തിലേക്കാണ് ഇപ്പോൾ വത്തിക്കാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയാവോ? ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്നത് കാരണം യേശു ആരാധന. ട്രംപ് വരുന്നത് വരെ ഈ മാർപ്പാപ്പയെ തൊട്ടില്ലല്ലോ. ട്രംപ് വന്നതിന് ശേഷം തൊടുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തിന്റെ ഡ്രൈവിംഗ് ആ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവായ ദൈവത്തിന്റെ ഡ്രൈവിംഗ് ആണ്. ഹല്ലേലൂയ. യേശു ആരാധന. ഇനി ഇതെല്ലാം പോട്ടെ. കാരണം എനിക്ക് ഈ വ്യാഖ്യാനത്തിൽ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക്, സമയമില്ലാത്തത് കാരണമാണ്. ഞാൻ മംഗലാപുരം ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മാർപ്പാപ്പ മരണപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മെസ്സേജ് പാസ് ചെയ്തു. അത് ഇത്രാം തീയതിക്കകത്ത് വെച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല കത്തോലിക്ക സഭയിൽ അന്നേരം 2 മാർപ്പാപ്പന്മാർ ജീവനോട് ഉണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 25 പ്രവേശിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ഇല്ലേ, 25ആണോ? 24ലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 24 ഡിസംബറിൽ മാർപ്പാപ്പ പോകും. അപ്പം ഞാൻ അവിടെ അനൗൺസ് ചെയ്തു, പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസംബർ 24 ജനുവരി ആകുന്നതിന് മുമ്പ് മരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു 2 പോപ്പ് പോകും എന്ന് കർത്താവ് പറഞ്ഞു, മാറി. കറക്റ്റ് ഡിസംബർ 25 എത്തുന്നതിന് ആ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ ആ പറഞ്ഞ പ്രകാരം തന്നെയാണ് നമ്മുടെ മറ്റേ മാർപ്പാപ്പയുടെ പേരും പറഞ്ഞത്. ബെനഡിക്സ് 16 അല്ലേ? അദ്ദേഹത്തിന് പറഞ്ഞല്ലേ? അതെയല്ലോ. ബെനഡിക്സ് 16 മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇതായിരുന്നു ഈശോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രഹിക്കുന്നതിൽ വന്ന മിസ്റ്റേക്കാണ്. എനിക്ക് 2 മാർപ്പാപ്പ ഉണ്ടായിരുന്നു എന്നുള്ള ജനം കിട്ടും. ബെനഡിക്സ് 16 മാർപ്പാപ്പയുടെ ഡേറ്റ് സഹിതം കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അതിൻ്റെ സാക്ഷിയാണ്, ഡിസ്ട്രിക്ട് ബ്രദറൊക്കെ സാക്ഷിയാണ്, ഒരുപാട് പേര് അതിൻ്റെ സാക്ഷിയാണ് അതിൻ്റെ വീഡിയോ. പക്ഷേ ഞാനതിൽ പോപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ സത്യമായിട്ട് പറഞ്ഞു, ഞാൻ പക്ഷെ ഉദ്ദേശിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. പക്ഷെ അല്ല നടന്നത്. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് ബെനഡിക്സിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കറക്റ്റ് വന്നു. ഇദ്ദേഹത്തിൻ്റെ ട്രംപിന് ഞാൻ പിന്നീട് ആലോചിച്ചത് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ട്രംപിന് തിരിച്ചു വരവിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മരണം വളരെ വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞു. ഇന്ന് ഇംഗ്ലീഷിലുള്ള പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പ്രൊഫസി എടുത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ ബ്രദറെ, ഒന്ന് അനുവദിക്കുമെന്ന് ചോദിച്ചു. കാരണം അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്ര ഷാർപ്പായിട്ട് ദൈവം സംസാരിക്കുന്നത് നമ്മുടെ ടീമിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ യേശു ജീവിക്കുന്നു എന്നുള്ളതാണ്. യേശു ഒരു കഥാപുസ്തകമല്ല, യേശു കറക്റ്റാണ്. കാരണം ബാക്കി ഇപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് തലവേദനയുള്ള ഒരാൾ എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തലവേദനയുള്ളവരെ ഇതിൻ്റെ അകത്ത് കാണത്തുള്ളൂ, എഴുന്നേക്കും. ഇത് ഇവന്മാർ ചുമ്മാ കള്ളത്തരം, ഒരു സമൂഹം ഇരുന്നാൽ തലവേദനയുള്ളവരില്ലാതിരിക്കുമോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്കും പറയാം. ഞങ്ങളത് ട്രെയിനിങ്ങിൽ പറയടാ ഇങ്ങനെ ഉണ്ട്,
അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ഷാർപ്പ് ആൻഡ് കട്ടായിട്ട് പറയണം, എന്നാലേ അവിശ്വാസികൾക്ക് വിശ്വാസം ഉണ്ടാവും. ഇത് ഞങ്ങൾ പറയാറുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഷാർപ്പായിട്ട് പറയുക. ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി വേറെന്തെങ്കിലും ഒരു അത്ഭുത രോഗശാന്തി നടന്നാലും പറയും അത് ആളെ കാശ് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കാശ് ഒരാൾക്ക് കൊടുക്കണം? മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഇവിടുന്ന് എത്ര വൺഡേ ധ്യാനങ്ങളുണ്ട്, ആ ധ്യാനങ്ങൾക്കെല്ലാം 4-5 രോഗശാന്തി വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഏകദേശം കുറഞ്ഞത് നടക്കണമെങ്കിൽ നമ്മൾ ഒരു മാസം എത്ര കാശ് ചിലവാക്കണം? ഇത്രയും നല്ല ഒരു ആക്ട് രോഗി ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 5000 രൂപയ്ക്കെങ്കിലും കൊടുക്കണ്ടേ? 5000 രൂപ വെച്ച് കൊടുത്ത് ഒരു വണ്ടേക്ക് എത്രയാണ്? 25,000. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുടുംബം വിൽക്കേണ്ടി വരും. ഹല്ലേലൂയ, യേശു ആരാധന. അത് കാരണം എന്നാൽ ലോകത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാലോ ലോകത്തിന് കാശ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് യേശു ഇങ്ങനെ രീതിയിൽ ഇടപെടാൻ തുടങ്ങിയത്. ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, യേശു ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കണ്ടിട്ടെങ്കിലും, ഈ പ്രവസികൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പറയണം യേശു ജീവിക്കുന്ന ദൈവമാണ്. ചുമ്മാ നിരീശ്വരവാദികൾ പറയുന്നത് പോലെയല്ല, മറ്റ് മതവിരോധികൾ പറയുന്നത് പോലെയല്ല, ജീവിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ശിഷ്യനായി മാറുന്നത്. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചർച്ച്, പല ചർച്ചുകൾ കേരളത്തിലുണ്ട്. ഈ ചർച്ചുകളാണോ ഈ വചനമാണോ രണ്ടുപേരും പറയുന്നത് സെയിം തന്നെയാണോ? ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നേരെ ബൈബിളിനെതിരാണ് ചർച്ചെങ്കിൽ സൂക്ഷിക്കണം. ചർച്ചിന് എതിരാണ് ബൈബിളെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ പോകുന്ന ചർച്ചും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ല. രണ്ടും രണ്ട് വ്യൂയിലൂടെയാണ് പോകുന്നത്. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? നിങ്ങളുടെ ചർച്ചും ചർച്ച് കമ്മിറ്റിയും ചർച്ചിലെ തീരുമാനങ്ങളും അതാണ് ഞങ്ങളുടെ ദൈവം, അതാണ് ഞങ്ങളുടെ ആത്മാവ് എന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ അതിൻ്റെ പുറകെ പോകുമോ? ഇല്ല, വചനമാണ് വലുത്. അത്യുന്നതനായ ദൈവത്തിന്റെ ശബ്ദം ഇതിന് എഴുത്തിലൂടെ ഉണ്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശമാണ് എനിക്ക് വലുത്. അങ്ങനെ നിങ്ങൾ ബൈബിളിന്റെ കൂടെ പോകുമോ? ഏത് വേണം നിങ്ങൾ തീരുമാനമെടുത്തുള്ളത്. ഇതിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദർശനത്തിന്റെ വേര് മുളയ്ക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതാണ് എൻ്റെ മുമ്പിൽ വന്ന പ്രശ്നം. അതാണ് ഞാൻ ആദ്യമേ വചനത്തിലേക്ക് വന്നു, വചനപ്രഘോഷകനായി. അത് കഴിഞ്ഞ് വചനം ശരിയായി ഗ്രഹിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വചനത്തിന്റെ പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വർഷങ്ങളോളം എടുത്തു. അങ്ങനെ എടുത്ത പഠനങ്ങൾ പലതരത്തിലും പഠിച്ചു. ആദ്യമേ ഞാനായിരിക്കുന്ന ചർച്ചിന്റെ പഠനങ്ങൾ മൊത്തം എടുത്ത് പഠനം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്ന് പഠനം എടുത്തു. അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാരുടെ മനസ്സെന്താണെന്ന് അറിയുന്ന തലത്തിലുള്ള പഠനങ്ങൾ സെൽഫായി നോക്കി. ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അത് വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ മാറി നിൽക്കാം, അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് നിർബന്ധമില്ല. നിനക്ക് വിഗ്രഹത്തെ ആരാധിക്കണ്ടേ, നീ മാറി നിന്നോ. നിനക്ക് നേർച്ച നേരണ്ടേ, നീ മാറി നിന്നോ. ബാക്കിയൊക്കെ ബൈബിൾ പരമായിട്ട് സഭയിലുണ്ടല്ലോ. യെസ്, അതാണ് കറക്റ്റ്. അത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് കുറെ നാളുകൾ നിന്ന് പോയത്. ഹല്ലേലൂയ. അവസാനമായപ്പോഴാണ് ഓണാഘോഷം വളരെ തകൃതമായും മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങൾ തകൃതമായി ഇതിൻ്റെ അകത്ത് നടത്താൻ തുടങ്ങിയപ്പോൾ അതുവരെ നമ്മൾ അതീ പിടിച്ചാൽ പോയിക്കൊണ്ടിരുന്നത്. ഇതങ്ങോട്ട് നടത്താൻ തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ച വചനവുമായി ഈ ഒട്ടിച്ചേരുന്നില്ലെന്ന് മനസ്സിലായി. ഇവർ ഒരേ നാവ് കൊണ്ട് ക്രിസ്തുവിനെയും ഒരേ നാവ് കൊണ്ട് രാക്ഷസനെയും പുകഴ്ത്തുന്നു. ഒരേ നാവ് കൊണ്ട് ക്രിസ്തുവിനെ രാക്ഷസനെ സ്നാനപ്പെടുത്തി ക്രിസ്തുവാക്കാൻ നോക്കുന്നു. ഏതാ? മാവേലിയെ സ്നാനപ്പെടുത്തിയിട്ട് എന്താക്കാൻ നോക്കുകയാണ്? ക്രിസ്തുവാക്കാൻ നോക്കുകയാണ്. മാവേലിയെ മഹാബലിയാക്കി. മഹാബലി നടത്തിയതാരാണ്? യേശുവാണ്. അതുകൊണ്ട് മാവേലി യേശുവാണ്. അതായത് മാവേലിയെ സ്നാനപ്പെടുത്തി യേശു. കാരണം അവർക്കറിയാം, ഈ പ്രസംഗിക്കുന്ന ആൾക്കറിയാം, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം മൊണ്ണകളാണ്, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴത്തേക്ക് എല്ലാവരും ആമേൻ ഇങ്ങനെ പറയും. അത് മൊണ്ണകളല്ലാത്തവരെ കേരളത്തിൽ പലയിടത്തായിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി.
ഹല്ലേലൂയ. മഹാബലിയാണ്, മിടുക്കനാണ്, വലിയൊരു മഹാൻ പ്രസംഗിച്ചതാണ്. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ പഠിച്ച വചനവും നമ്മൾ ശിഷ്യനാകാൻ എടുത്ത എഫോർട്ട് ഇത് തമ്മിൽ ചേരുന്നുണ്ടോ എന്നൊരു സംശയം തന്നെ. ആ സംശയം ഒരു തീരുമാനത്തിൽ എത്തിച്ചു. ആ തീരുമാനം എന്താണ്? ഞാൻ ഇവരെ ആരെയും നോക്കുന്നില്ല. യാഹ്വേ, അങ്ങനെ ഞാൻ ആരാധിച്ചാൽ സ്വർഗരാജ്യം എനിക്ക് നഷ്ടമാകുമോ? ഈ ചോദ്യമായി ദൈവത്തിൻ്റെ മുമ്പിൽ പല ദിവസങ്ങളിൽ ഇവരിങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഞാൻ അങ്ങേ ആരാധിച്ചാൽ, ഞാൻ അങ്ങേ സേവിച്ച് നടക്കുകയാണ്, ഞാൻ ഇവരൊക്കെ ഒന്നും പറയാൻ പോകുന്നില്ല, ഇവരുടെ പുറകെ പോകുന്നില്ല. ഞാൻ അങ്ങേ ആരാധിച്ചാൽ, അങ്ങേ സേവിച്ചാൽ, അങ്ങയുടെ വചനം സത്യമായി ജനത്തിന് എത്തിച്ചാൽ അങ്ങനെ സ്വർഗരാജ്യത്തിൽ എടുക്കുമോ, അതോ ഇവരോടൊപ്പം ചേരണോ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് പല അടയാളങ്ങളിലൂടെ ചോദിക്കാൻ തുടങ്ങി. ദൈവം പലരുടെ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ കാണിച്ചു തന്നു. ഏലിയ, എലീഷ, മോശ, അതുപോലെ തന്നെ പല ആദിമസഭയിലെ പല വിശുദ്ധരുടെ ചരിത്രങ്ങൾ എടുത്ത് കാണിച്ചു തന്നു. ഇതിൽ നിന്നെല്ലാം മാറി പോയിരുന്ന ഏകാന്ത പ്രാർത്ഥനയിൽ കഴിഞ്ഞ് അവരെയൊക്കെ ഞാൻ ദൈവരാജ്യത്തിൽ എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ ധൈര്യം വന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇവിടെ നമുക്കറിയാം, പേഗൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ കളിയാക്കിയ പലതും ഇന്ന് നമ്മുടെ ഇടയിൽ വാഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയമായിരിക്കുകയാണ്. അത് പലതും നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ടോ? അന്ന് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ രണ്ട് സംഭവങ്ങളിലൂടെയും നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ദേശത്തിൻ്റെ സ്പിരിറ്റും നേരത്തെ ആരാധിച്ചുണ്ടായിരുന്ന അന്യ ആരാധനയുടെ സ്പിരിറ്റും ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകണമെങ്കിൽ ആ വ്യക്തി അത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി ആ വ്യക്തി മാറിയിരിക്കണം. അല്ലാതെ ഇനി സാധാ ജനമാണെങ്കിലും അതിവിശുദ്ധ പുരോഹിതൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി കൂട്ടങ്ങളാണെങ്കിലും ശരി, ഇവർ പൂർണ്ണമായും വചനത്തിൽ ക്രിസ്തുവിനോടൊത്ത് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പഴയ ജാതീയ സ്പിരിറ്റ് ഇവരിൽ ഭരിച്ചിരിക്കും. ഇവരങ്ങനെ തന്നെ ജീവിക്കാൻ ഇടയാകും. എന്നാൽ നമ്മൾ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ഈ രണ്ട് കൂട്ടരുടെയും പേരുപയോഗിച്ചത്. വളരെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച് വെച്ചിരുന്ന മോഷണം, നമ്മൾ ഉപേക്ഷിച്ചിരുന്ന പരദൂഷണം, നമ്മൾ ഉപേക്ഷിച്ചിരുന്ന മ്ലേച്ഛതകൾ, നമ്മൾ ഉപേക്ഷിച്ചിരുന്ന പല കൂട്ടം തിന്മകൾ, അതെല്ലാം ഓരോ സ്പിരിറ്റുകളാണ്, ഓരോ ശക്തിയാണ്. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ടും വീണ്ടും നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്തെ എത്രമാത്രം മുറുക്കെ പിടിക്കാനുണ്ട് എന്ന് ഈ രാത്രിയിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഡെലിവറൻസ് വഴി ഒക്കെ ഒഴിഞ്ഞു പോയ സ്പിരിറ്റുകളുണ്ട്, ശക്തികളുണ്ട്, ദുർസ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും അതിനെ ക്ഷണിച്ചു വരുത്തരുത്. ഇസ്രായേലിൻ്റെ ഉദാഹരണമുണ്ട്. പേഗനിസത്തിൽ നിന്ന് പുറത്തു ചാടി ശുദ്ധജനമെന്ന് പറഞ്ഞവർ പോലും പിന്നീട് കളറ് മാറ്റി പേഗൻ ആൾക്കാരെക്കാളും കഷ്ടമായി ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, തിരിച്ചു വരാൻ അവസരം കൊടുത്താൽ പഴയ സ്വഭാവങ്ങളും പഴയ രീതികളും പഴയ ശക്തിയും എല്ലാം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് മോചിക്കപ്പെടാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്റെ ഒരു ഉടുപ്പ് കരസ്ഥമാക്കിയവൻ അവൻ എന്ത് ചെയ്യണം? മേലങ്കിയും കൂടെ ഊരിക്കൊടുക്കുക. നീ ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുക എന്ന് സക്കേയൂസിനോട് പറഞ്ഞത് നമുക്ക് ഓർക്കാം. ഞാൻ ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു നൽകുന്നു കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ കുടുംബത്തിൽ രക്ഷ കടന്നു വന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. ഇങ്ങനെ തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങൾ ഏറ്റെടുക്കാതെയും നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുകയും ദൈവമേൽപ്പിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ